ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ വൈനാണേ. നമ്മൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പം നമുക്കൊരു വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഗോതമ്പ്, തക്കോലം, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ഈസ്റ്റും. നമുക്ക് ആദ്യത്തെ പൈനാപ്പിൾ എടുക്കാം. അതിൻ്റെ തലയും വാലും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിലുള്ള ചെതുമ്പലെല്ലാം പതുക്കെ പതുക്കെ അരിഞ്ഞെടുക്കാം. സത്യത്തിൽ ഇതിൻ്റെ തോലോട് കൂടെ ഇടുമ്പോഴാണ് ആ കംപ്ലീറ്റ് ഫ്ലേവർ കാര്യങ്ങളെല്ലാം വരിക. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഇടാൻ നമ്മളെ മനസ്സ് അനുവദിക്കില്ലല്ലോ. നമ്മൾ ലൈറ്റായിട്ടൊന്ന് ആ തോലൊക്കെ കളയുന്നുണ്ട്. ആക്ച്വലി നമ്മളിത് ക്രിസ്മസിനേക്ക് നമ്മൾ കുറച്ച് വൈകി. കാരണം ഇനിയൊരു 15 ഡേയ്സ് കൂടെ ഉള്ളൂ. ഈ 15 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണിത്. ഫാസ്റ്റ്ലി ആൻഡ് സിംപ്ലി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൈനാപ്പിൾ ചൂസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഇതിൻ്റെ തോലെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുനുകുനാ അരിഞ്ഞു കൊടുക്കാം. ശരിക്കും നമ്മൾ സാലഡിലൊക്കെ ഇടുന്ന ആ ഒരു സൈസിലെ മതി. പക്ഷെ നമുക്ക് ടൈം കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ നല്ല ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ 3 കൈതച്ചക്ക നല്ലോണം സൈഡൊക്കെ വൃത്തിയാക്കി ഇതുപോലെ കുത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രണ്ടാമത്തെ എടുത്തു. രണ്ടാമത്തേത് ഇതുപോലെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തു. ഇതേ സമയം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളെ ഇതിലേക്ക് ആവശ്യമായ ഏലക്കായ ഒന്നെടുത്ത് പൊടിച്ച് റെഡിയാക്കി വയ്ക്കാം. ഏലക്കായ നല്ലോണം പൊടിച്ചെടുക്കുക. നമ്മുടെ സ്ഥിര ഹെൽപ്പറാണ് കാശിക്കുട്ടൻ നല്ലോണം അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ പൈനാപ്പിൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഭരണിയിലോട്ടാക്കാം. നല്ല വലിയൊരു ഭരണിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പൈനാപ്പിൾ ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ബേസ് സെറ്റാക്കുക, നിറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പഞ്ചസാര 2 കിലോ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ കുറച്ചായിട്ട് ഈ ലെയറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പട്ട, പൂവ്, ഗ്രാമ്പൂ, ഗോതമ്പ് അതെല്ലാം കുറച്ചായിട്ട് വിതറി കൊടുക്കാം. തക്കോലം നല്ല അടിപൊളി സ്മെല്ലാണ്. വീണ്ടും നമ്മുടെ പൈനാപ്പിൾ സെക്കൻഡ് ലെയർ ഫുള്ളായിട്ട് വിതറി കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇടുക, പിന്നെ പൈനാപ്പിൾ ഇടുക. ഇതെല്ലാം ഈസ്റ്റ് അതും ഇടുക. പിന്നെ നമ്മളെ ആപ്പിൾ ഒരു ഫ്ലേവറിന് വേണ്ടി അതിൽ ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് ചൂടാക്കി തണുപ്പിച്ച വെള്ളം അതും ചേർത്ത് ഈ ഒരു പാകത്തിൽ നല്ല വാഴയിലെടുത്ത് നന്നായിട്ട് അടച്ച് മൂടിക്കെട്ടിരിക്കാം. ഒരു 3 ഡേയ്സ് ഇങ്ങനെ തന്നെ വയ്ക്കാം. നമുക്ക് 3 ഡേയ്സ് കഴിഞ്ഞ് നോക്കാം. ഓക്കേ.